LDF സ്ഥാനാർത്ഥിയെ ചർച്ച ചെയ്യാൻ CPM നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, പ്രൊഫസർ തോമസ് മാത്യു, DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് P ഷബീർ തുടങ്ങിയവരാണ് പരിഗണനയിലുള്ളത്. എതിരാളിയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമെന്ന് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞു. നമ്മുടെ വിജയസാധ്യതയ്ക്ക് ഏതാണ് കൂടുതൽ സഹായകരം എന്നുള്ളതാണ് നമ്മൾ നോക്കുക. പൊതുവെ വിജയസാധ്യത ഉണ്ട്. അപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാം, പിന്നെ ഞാൻ സഹോദരനായി മത്സരിക്കാം. ഏറ്റവും മികച്ച എതിരാളിയെ തോൽപ്പിക്കാൻ പറ്റിയ മികച്ച സ്ഥാനാർത്ഥി, അതാണ് എപ്പോഴും നമ്മൾ നോക്കുക. എതിരാളിയെ നമുക്ക് തോൽപ്പിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. LDF ജയിക്കണം. അതിന് സഹായകരമായ രൂപത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വിവരങ്ങളായി മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, LDF ഇപ്പോഴും സ്വന്തം സ്ഥാനാർത്ഥി വേണോ സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണോ എന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുത്തിട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് A വിജയരാഘവന്റെ വാക്കുകൾ അല്പം മുമ്പ് സൂചിപ്പിക്കുന്നത്. ഇന്ന് മണ്ഡലം യോഗം ചേരുമ്പോൾ ഏത് തീരുമാനത്തിലേക്കാണ് CPM പോകുന്നത്? സമുദായ സമവാക്യം എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിരിക്കില്ലേ CPM കൊണ്ടുവരിക? നഫൽ, നിലമ്പൂരിൽ വിജയം എന്നല്ലാതെ മറ്റൊരു സമവാക്യം CPM-ന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്കാണ് ചർച്ചകളിലേക്ക് പോയിരിക്കുന്നത്. ഒരു 3 മണിയോടുകൂടി നമ്മളിവിടെ നിൽക്കുന്ന ഏരിയ കമ്മിറ്റി ഓഫീസിൽ CPM-ന്റെ മണ്ഡലം കമ്മിറ്റി ചേരും. അതിൽ TB അംഗം വിജയരാഘവനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ M സ്വരാജ് അടക്കമുള്ള സംസ്ഥാന സെക്രട്ടറികളും ചുമതലയുള്ള ആൾക്കാരും മണ്ഡലത്തിലെ പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ആദ്യമായി തന്നെ അവർ ചർച്ചകൾ തുടങ്ങുകയാണ്. അതാണ് ഇവിടെ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നുള്ള നിർദ്ദേശമായിരിക്കും തീർച്ചയായും ഈ യോഗത്തിലൂടെ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പേരുകൾ പല പേരുകളുണ്ട്. സംസ്ഥാന സെക്രട്ടറി, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ യുവ നേതാവായ M സ്വരാജിന്റെ പേരും, ഷെറോണ ജോയി അടക്കം ജില്ലാ പഞ്ചായത്ത് അംഗം, വഴക്കടവ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDF പിടിച്ചെടുത്ത വനിതാ യുവ നേതാവ് തുടങ്ങി വിവിധ പേരുകൾ ചർച്ചയിലുണ്ട്. അതിൽ തന്നെ വിജയം എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിയെ എല്ലാ പരിഗണനകളും സാമുദായിക പരിഗണന എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക. അതിൽ പുതിയ സാഹചര്യങ്ങൾ അവർക്ക് പ്രതീക്ഷ നൽകുമെന്ന് PV അൻവർ UDF-യുമായി ഉടക്കി നിൽക്കുന്ന സാഹചര്യം മാത്രമല്ല, ആര്യയുടെ ശോകത്തിലുണ്ട് പല ആൾക്കാർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിൽ തന്നെ ഉള്ള സാഹചര്യം. ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് എത്തുക. അങ്ങനെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ച PV അൻവറിനും കൃത്യമായി തന്നെ മറുപടി കൊടുക്കുക. അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും ആവശ്യമായ ഊർജ്ജം ആവാഹിക്കുക, എല്ലാത്തിനും കഴിയുന്ന ഒരു വിജയമായിരിക്കും ഇവിടെ എന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചും കണക്കുകൂട്ടിക്കൊണ്ടും ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോവുക. ഇന്നത്തെ ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് ഇന്ന് കിട്ടിയ ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറിയിൽ ചേർന്ന് അതൊരു അന്തിമ പട്ടികയിലേക്ക് എത്തും. പിന്നീട് സ്വാഭാവികമായി നടപടിക്രമം എന്നതിൽ ജില്ലാ കമ്മിറ്റിയിലേക്കും മണ്ഡലം കമ്മിറ്റിയിലേക്കും പേരുകൾ വരികയും തിരിച്ച് അവസാനം സംസ്ഥാന നേതൃത്വം തന്നെ അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്താലും വെള്ളിയാഴ്ച കൂടി തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. UDF-ന്റെ സ്ഥാനാർത്ഥിയെ പരിഗണിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വിജയസാധ്യത പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മുൻനിർത്തിക്കൊണ്ട് മണ്ഡലം നിലനിർത്താം എന്ന് മാത്രമല്ല PV എഫക്റ്റിനെ ഇല്ലാതാക്കാമെന്നുള്ള കരുതലാണ്. ആ കണക്കൂട്ടലുകൾ എന്തായാലും CPM സജീവമായ ആലോചനകൾ തുടങ്ങിയിട്ടുണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്നത് മാത്രമാണ് ലക്ഷ്യം. അത് പാർട്ടിയായിരിക്കാം അല്ലെങ്കിൽ സ്വതന്ത്രമായിരിക്കാം. വിജയത്തിൽ